രണ്ടാമത് പോയി മധ്യപ്രദേശിൽ ചെന്ന ഉജ്ജയിനിയിലെ രാജകുമാരിയായ കൈകേയിയെ കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം കാശിയിൽ പോയി സുമിത്രയെ കല്യാണം കഴിച്ചു. മക്കളൊന്നുമില്ല. തന്റെ മൂത്തമകളെ ദത്ത് കൊടുത്ത രാജ്യത്ത് മഴ പെയ്ച്ച ഋഷസിംഗൻ, ആ ഋഷസിംഗന് സാമ്യം ദാനം സ്ത്രീ എന്താണെന്ന് അറിയാത്ത തലേ കൊമ്പുള്ള ഒരുത്തിന് നമ്മുടെ മക്കളെ കൊടുക്കുക. ഇതെന്നോ ദത്ത് കിട്ടിയ കുട്ടിയാണ്. അവനുണ്ടായ കുട്ടിയൊന്നുമില്ല. അവൻ കിട്ടുന്ന ദാനം വൈശാഖ സിനിമയിൽ നിങ്ങളെല്ലാം കണ്ടിട്ടുള്ളതാണ്. കഥ ഞാൻ ആവർത്തിക്കുന്നില്ല. ഈ ഋഷസിംഗനെ മുനിയെ വിളിച്ചുകൊണ്ടുവന്ന യാഗം ചെയ്തു. 16 വയസ്സിൽ കല്യാണം കഴിച്ച ദശരഥന് 19 വയസ്സായപ്പോഴാണ് ശാന്തി ജനിക്കുന്നത്. പിന്നെ 20 കൊല്ലത്തേക്ക് മക്കളുണ്ടായില്ല. 39 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഋഷസിംഗ മുനിയെ കൊണ്ടുവന്ന് യാഗം ചെയ്യുന്നത്. ആ യാഗത്തിന്റെ ഫലമായി 40 വയസ്സുള്ള ദശരഥന് 4 ആൺമക്കൾ ജനിച്ചു. ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ 4 പേര് ജനിച്ചു. ആ മൂത്തമകനായ ശ്രീരാമന് 18 വയസ്സായപ്പോൾ, ദശരഥന് 58 വയസ്സായപ്പോൾ യുവരാജാവായി തന്നെ വാങ്ങിച്ചു. അപ്പൊ കൈകേയി കുഴപ്പമുണ്ടാക്കി. എന്റെ മകന് രാജ്യം തരാമെന്ന് വാഗ്ദാനം എന്നെ കല്യാണം ചെയ്തത്. ഇതന്നെയാണ് സുമിത്രയോട് വാഗ്ദാനം കൊടുത്തത്. ഇതന്നെയാണ് ഓട്ടോമാറ്റിക്കലി കൗസല്യ കൊടുത്തത്. ഇപ്പൊ ദശരഥന്റെ രാജവംശം ഭരിച്ചിരുന്നത് എവിടെയാണ്? പഞ്ചാബ്, ഹരിയാന, ഡൽഹി, വെസ്റ്റേൺ യുപിയിലെ രാജവംശമാണ് സൂര്യരാജവംശം. സൂര്യരാജവംശം ദശരഥ രാജാവ് കൗസല്യത്തിലെ രാജകുമാരിയെ കല്യാണം കഴിച്ചപ്പോ ഇവിടെ ദത്ത് കയറി. കൗസല്യത്തിന്റെ തലസ്ഥാനമാണ് അയോധ്യ. അപ്പൊ ഇയാൾ അയോധ്യയിൽ രാജാവായത് കൗസല്യെ കല്യാണം കഴിച്ചുകൊണ്ടാണ്. കൗസല്യയുടെ മക്കൾക്ക് മാത്രമേ അയോധ്യയിൽ അവകാശമുള്ളൂ. ഈ ദശരഥനോടൊന്നും ഒന്നും വാങ്ങിക്കില്ല. പക്ഷേ ശ്രീരാമൻ കാട്ടിപ്പോകാൻ സമ്മതിച്ചു. നിങ്ങൾക്ക് അറിയാവുന്ന കാട്ടിപ്പോയി 14 വർഷം കഴിഞ്ഞ് രാവണനെ തോൽപ്പിച്ച് സീതയെ വീണ്ടെടുത്തുകൊണ്ട് 32-ാമത്തെ വയസ്സിൽ തിരിച്ചു വന്നു. 32-ാമത്തെ വയസ്സിൽ തിരിച്ചു വന്ന് രാജ്യഭാരം ഏറ്റെടുത്ത ശേഷം 27 കൊല്ലം ശ്രീരാമൻ രാജ്യം ഭരിച്ചു. 59 വയസ്സായി. 60 വയസ്സിൽ ഷഷ്ഠത്തി പൂർത്തി ആഘോഷിക്കാൻ ശ്രീരാമൻ തുടങ്ങുമ്പോൾ യമരാജാവ് വന്ന് യമനുമായി വഴക്കുണ്ടായി. അതിന്റെ അവസാനം കരയൂ നദിയിൽ ജലസമാധിയിലൂടെ സംസ്കാരം ചെയ്തു. നടന്ന സംഭവം ശ്രീരാമന്റെ 60 യുദ്ധം നടന്ന സംഭവം. അപ്പൊ ഏതാണ് മിത്ത്, ഏതാണ് ഷോർട്ട് സ്റ്റോറി, ഏതാണ് ഹിസ്റ്ററി, ഇത് മനസ്സിലാക്കിയെങ്കിലേ ഈ സപ്താഹത്തിൽ ജ്ഞാനയജ്ഞത്തിൽ പങ്കെടുത്താൽ ഗുണമുള്ളൂ. അല്ലാതെ ഭാഗവതത്തിൽ പറഞ്ഞ ഈ മുഴുവനോട് നടന്നുകളാണെന്ന് വാശി പിടിച്ചു പോയെങ്കിൽ ഒന്നും നമുക്ക് മനസ്സിലായില്ല. അപ്പൊ അങ്ങനെയൊരു ഭാഗവതം, ദേവി ഭാഗവതം ഇവിടെ അനാവരണം ചെയ്യപ്പെടുകയാണ്. അങ്ങനെ ഒരു ഭാഗവത ജ്ഞാനയജ്ഞത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അല്ലെങ്കിൽ പഠിക്കേണ്ടത് 7 പാഠങ്ങളാണ്. എന്താണ് ഹിന്ദുമത വിശ്വാസപ്രകാരമുള്ള ഈശ്വര സങ്കല്പം? 2, എങ്ങനെയാണ് ആത്മജ്ഞാനം നേടുക? നമ്മൾ ആത്മാവിനെ പറ്റി എങ്ങനെയാണ് അറിയുക? 3, എങ്ങനെയാണ് ഈ സപ്താഹം കഴിഞ്ഞാൽ നല്ല സ്വഭാവമുള്ളവരായി മാറുക? 4, ഈ രാജ്യം എങ്ങനെ ഭരിക്കപ്പെടണം? പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഇവിടുത്തെ കളക്ടറും എസ്പിയൊക്കെ എങ്ങനെ ഈ രാജ്യം ഭരിക്കണം? രാജ്യം എങ്ങനെ ഭരിക്കപ്പെടണം? 5, മരണഭയമില്ലാതെ ജീവിക്കുന്നത് എങ്ങനെയാണ്? 6, മോക്ഷം നേടാൻ എങ്ങനെയാണ് സാധിക്കുക? 7, ഹിന്ദുമതത്തിന്റെ ആചാരങ്ങളുടെ സാരാംശം എന്താണ്? ഈ 7 കാര്യങ്ങളാണ് ഒരു ഭാഗവത സപ്താഹ ജ്ഞാന യജ്ഞത്തിൽ പങ്കെടുക്കുമ്പോൾ അത് കേൾക്കുന്നവർ ഉണ്ടാകേണ്ടത്. കേരളത്തിലുള്ള ലിമിറ്റഡ് സ്പേസ് വെച്ചിട്ട് ദൈവത്തിനെ പറ്റി ചില സൂചനകൾ ഞാൻ പറയാം. അതിലേക്ക് ആദ്യം മനസ്സിലാക്കുന്നത് എന്താണ് ഹിന്ദുമതത്തിന്റെ ഈശ്വര സങ്കല്പം. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞങ്ങൾക്കൊരു ഈശ്വര സങ്കല്പമുണ്ട്. മുസ്ലിങ്ങൾക്ക് അവരുടേതായ ഈശ്വര സങ്കല്പമുണ്ട്. ഓരോന്നിനും അതിൻ്റെതായ മഹത്വമുണ്ട്. ഹിന്ദു മനസ്സിലാക്കിയിരിക്കണം ഹിന്ദു ഈശ്വര സങ്കല്പം എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. ഏറ്റവും ആദ്യം ഞങ്ങളുടെ ഈശ്വര സങ്കല്പം വരുന്നുണ്ട്. ഞങ്ങളുടെ ഒരു പ്രവാചകനായ മോശ സീനായി മല കയറി ചെന്നു. എന്നപ്പോ ഒരു മല ഇങ്ങനെ കത്തിക്കൊണ്ടിട്ട് താമരമുണ്ടാവുന്നില്ല. അവിടെ ഈശ്വരൻ സാന്നിധ്യവും മോശയ്ക്ക് മനസ്സിലായി. മോശ ഈശ്വരനോട് സംസാരിച്ചു. 20 ഭാഷ പറഞ്ഞാൽ ഞങ്ങളുടെ ദൈവം പ്രത്യക്ഷപ്പെടുന്നത് അഗ്നിദേവനായിട്ടാണ്. അഗ്നിദേവനായിട്ട് പ്രത്യക്ഷപ്പെട്ട അഗ്നിദേവനോട് സംസാരിച്ച ശേഷം മോശ ചോദിച്ചു, ദൈവമേ, എന്താ അങ്ങയുടെ പേര്? ഞങ്ങളുടെ ദൈവം ജീവിക്കുന്നുണ്ട്. നീ എന്റെ പേര് ചോദിക്കുന്നതാ? അയാം മോശ, അയാം, ഞാനാകും. എന്റെ പേര് ചോദിച്ചിട്ടുള്ള യഹൂദന്മാർക്ക് 360 ദിവസമുണ്ടതിന്.
ഒരു ദിവസം മാത്രമേ ദൈവത്തിന്റെ പേര് പറയാൻ പറ്റും. പെസഹയുടെ അന്ന് മാത്രം യാവേ എന്ന വാക്ക് ദൈവത്തിൽ പറയാൻ പറ്റും. ബാക്കി 364 ദിവസവും ദൈവത്തിന്റെ പേര് പറയാൻ പറ്റില്ല. ഞങ്ങൾ ക്രിസ്ത്യാനിക്ക് മുസ്ലിമിന് 3 ദൈവമുണ്ട്, 10 ദൈവം. ഹിന്ദുവിനോ ഒരു ഹിന്ദു ശിവക്ഷേത്രം ഭഗവാനെ എന്താ അങ്ങയുടെ പേരെന്ന് ചോദിച്ചാൽ ശിവ സഹസ്ര നാമ സ്തോത്രം. ശിവ പരമശിവന്റെ 1000 പേരുള്ള വരവാണ്. പിന്നീട് പരമശിവൻ കൊല്ലപ്പെട്ട ദക്ഷൻ അമായിപ്പന്റെ വായി ഞാൻ വിശ്വാസമാണ് വരുന്നത്. ശ്രീ സാന്ധ്യവും പരിമിതികളും പ്രതിജ്ഞ പ്രസ്ഥാനങ്ങളും കൂടി തുടങ്ങിയാണ്ട് 1000 പേരാണ്. ഈ ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാൻ കൃഷ്ണന്റെ ക്ഷേത്രത്തില്ല. എന്താ ഭഗവാനെ പേര്? വിഷ്ണു സഹസ്രനാമ സ്തോത്രം 1000 പേരുള്ള വരവാണ്. ചർച്ചയിൽ കിടന്നുകൊണ്ട് ഭീഷ്മാചാര്യ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നതാണ് വിഷ്ണു സഹസ്രനാമ സ്തോത്രം. ഇനി ഈ ക്ഷേത്രം ഭഗവതിയുടെ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ ഒന്ന് ഭഗവതിയെ എന്താ പേരെന്ന് ചോദിച്ചാൽ ലളിത സഹസ്രനാമ സ്തോത്രം. ബ്രഹ്മാണ്ഡ പുരാണത്തിലാണ് ലളിത സഹസ്രം വരുന്നത്. ഭഗവതിയുടെ 1000 പേരുള്ള വരവാണ് ലളിത സഹസ്രം. ഹിന്ദുക്കൾക്ക് സുബ്രഹ്മണ്യ സഹസ്രനാമമുണ്ട്, ഗണപതി സഹസ്രനാമമുണ്ട്, ഹനുമാൻ സഹസ്രനാമമുണ്ട്, അയ്യപ്പ സഹസ്രനാമമുണ്ട്. 10 ദൈവങ്ങൾക്ക് സഹസ്രനാമമുണ്ട്. ഹിന്ദുക്കൾക്ക് 10 ക്ഷേത്രങ്ങളുണ്ട്. അതിനകത്ത് അയ്യപ്പ സഹസ്രനാമം ഏതോ പല രീതിയിൽ ഉണ്ടാക്കിയതാണ്, വായിക്കുമ്പോൾ അറിയാൻ പറ്റും. ബാക്കി 9 വേദവ്യാസ ദേശമാണ്. ആ വേദവ്യാസ ദേശ സഹസ്രനാമങ്ങൾ ഹിന്ദു മതത്തിൽ ഈശ്വര സങ്കല്പത്തെ സൂചിപ്പിക്കാൻ ലോകത്തിൽ ഓരോ മതത്തിലില്ല, 1 കൂടുതൽ ഹിന്ദുത്വം മാത്രം അവകാശപ്പെട്ടതാണ്. അപ്പോൾ ഈശ്വരനെ 1000 പേരിൽ വിളിക്കുമ്പോൾ ഒരു ഭക്തൻ എന്താണ് കിട്ടുക? ഏറ്റവും ആദ്യം സഹസ്രാമം ചൊല്ലിപ്പഠിക്കുന്ന കുട്ടിക്ക് സാഹിത്യം പഠിക്കാൻ അമോഘ കഴിവായിരുന്നു. വേദവ്യാസൻ സാഹിത്യത്തിന്റെ അമോഘ സാധുവിനെ പ്രയോഗിച്ചിട്ടാണ് സഹസ്രാമത്തിലേക്കുള്ളത്. ആ സഹസ്രനാമം ചൊല്ലിപ്പഠിക്കുന്ന കുട്ടിക്ക് സാഹിത്യം പഠിക്കാൻ മലയാള സാഹിത്യമോ തമിഴ് സാഹിത്യമോ സംസ്കൃത സാഹിത്യമോ ഹിന്ദി സാഹിത്യമോ ഏതും പഠിക്കാൻ അമോഘ കഴിവായിരുന്നു. അമോഘ കഴിവ്. രണ്ടാമത് സംഭവിക്കും വ്യാകരണത്തിന്റെ അമോഘ സാധ്യതയോട് പ്രയോഗിച്ചാണ് വേദവ്യാസൻ സഹസ്രനാമം എഴുതുണ്ടാക്കിയത്. അപ്പോ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഗ്രാമം സംസ്കൃത ഭാഷയാണ്. 2700 വർഷങ്ങൾക്ക് മുമ്പ് പാണിനി അഷ്ടാധ്യായി എന്ന പുസ്തകത്തിൽ 8 അധ്യായത്തിലൂടെ സംസ്കൃതത്തിന്റെ വ്യാകരണം വ്യാഖ്യാനിച്ചു. ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് ട്രാൻസാക്ഷണൽ ഗ്രാമർ കണ്ടുപിടിച്ച ശേഷം ചോംസ്കിയും ബ്ലൂംഫീൽഡും പറഞ്ഞു, ഞങ്ങൾ വ്യാകരണത്തിന്റെ തലപ്പത്താപ്പന്മാരാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ലണ്ടനിൽ വെച്ച് വേൾഡ് ലിംഗ്വിസ്റ്റിക് കോൺഫറൻസ് നടക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് പോയ സംസ്കൃത പണ്ഡിതൻ പാണിനിയുടെ അഷ്ടാധ്യായിയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ 2 വാങ്ങിച്ചു. 1965 ഏഷ്യാറ്റിക് സൊസൈറ്റി പാണിനിയുടെ അഷ്ടാധ്യായി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കോപ്പിലോട് ചോംസ്കിയും കൊടുത്തു, ഒരു കോപ്പിലോട് ബ്ലൂംഫീൽഡിനും കൊടുത്തു. 2 ദിവസം കഴിഞ്ഞ് 3-ാം ദിവസം ലിംഗ്വിസ്റ്റിക് കോൺഫറൻസ് ആരംഭിക്കുകയാണ്. ചോംസ്കി എന്ന പുസ്തകം തുടങ്ങുകയാണ്. പാണിനി അഷ്ടാധ്യായി ഈസ് ദ മോനുമെന്റ് ഓഫ് ഹ്യൂമൻ ഇന്റലിജൻസ് എന്ന സർപ്പത്വത്തിലാണ് ഭൂമിയിൽ മനുഷ്യന് എത്രമാത്രം മുക്തി ഉണ്ടാവാൻ പറ്റും എന്നറിയണം. ഈ പാണിയുടെ അഷ്ടാധ്യായി വായിച്ചതിനാണ്. 2ാമത്തെ തലത്തൊട്ടപ്പം ബ്ലൂംഫീൽഡാണ്. അയാൾ ഒരു പുസ്തകം തുടങ്ങുകയാണ്. Whatever we invent in grammar is nothing but footnote to this great work. ഞങ്ങൾ ഈ ഗ്രാമത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, ഈ പാണിന്റെ അഷ്ടാധ്യായ പേപ്പറിന് അടിയിൽ എഴുതാൻ അടിക്കുറിപ്പുകൾ മാത്രമേ ഉള്ളൂ. ചൊല്ലിട്ടുപോയി. വേദവ്യാസൻ ഈ സംസ്കൃതം എടുത്തിട്ട് ആ വ്യാകരണം ഉപയോഗിച്ചിട്ടാണ് സഹസ്രനാമം എഴുതുന്നത്. ആ സഹസ്രനാമം ചൊല്ലിപ്പിടിക്കുന്നത് ഒരാൾക്ക് ഏത് ഭാഷയുടെ വ്യാകരണവും വളരെ ഭംഗിയായി സഹായപ്രദമാണ്. 3-ാമത് എന്ത് സംഭവിക്കുന്നു? ഓർമ്മ ശക്തി വർദ്ധിക്കുകയാണ്. നമ്മുടെ കുട്ടിയെ ഡോക്ടറാണെന്ന് ആഗ്രഹിച്ചാൽ കുട്ടി നീറ്റ് പരീക്ഷ കയറിയിരിക്കും. നീറ്റ് പരീക്ഷ കയറി ഇരുന്നാൽ 1 മിനിറ്റ് കൊണ്ട് ചോദ്യം ഉത്തരം. ചോദ്യം വായിക്കാൻ 30 സെക്കൻഡ് പോകും. ഓരോണത്തിൽ കറപ്പിക്കാൻ 10 സെക്കൻഡ് പോകും. ചിന്തിക്കാൻ 15 സെക്കൻഡാണ്. 15 സെക്കൻഡ് കൊണ്ട് ആ ഉത്തരം തലച്ചോറിൽ വന്നില്ലെങ്കിൽ നമ്മുടെ കുട്ടി ഒരിക്കലും ഡോക്ടറാവില്ല. നമ്മുടെ കുട്ടി IAS പരീക്ഷയ്ക്ക് പോയി IAS പരീക്ഷയ്ക്ക് ഇരിക്കണമെങ്കിൽ ആദ്യം പ്രിലിമിനറി പരീക്ഷ പാസ്സാവും. പ്രിലിമിനറി പരീക്ഷ കയറിയാൽ ഒരു 15 സെക്കൻഡ് കൊണ്ട് ഉത്തരം തലച്ചു പോകാൻ
എനിക്ക് പിള്ളേരുടെ പാസ്സാവില്ല, IAS പരീക്ഷിക്കാൻ പറ്റില്ല. സഹസ്രാമം ചൊല്ലപ്പെടിക്കുന്ന കുട്ടി ഈ 1000 പേര് ഓർത്ത് ഈ 1000 പേര് ഓർത്ത് വെക്കുന്ന പ്രോസസ്സിൽ കുട്ടിയുടെ തലച്ചോറ് അപാര ഓർമ്മശക്തി ഉണ്ടാവും. കുട്ടി ഡോക്ടറല്ല, IAS അല്ല, ഏത് പരീക്ഷയും പാസ്സാവാൻ കുട്ടിക്ക് പറ്റും. അതാണ് സഹസ്രാമം ചൊല്ലപ്പെടുത്താനുള്ള 3ാമത്തെ ഗുണം. 4ാമത് സംഭവിക്കണം. 4ാമത് സംസ്കൃതത്തിലെ ഈ സഹസ്രാമങ്ങൾ ചൊല്ലുമ്പോൾ അതിന് ഓരോ വാക്കും ഉച്ചാരണവും കൃത്യമായി ഉച്ചരിക്കണം. പിന്നെ ഓരോ പാരാഗ്രഫുകൾ കഴിയുമ്പോൾ അടുത്ത പാരാഗ്രഫ് തുടങ്ങുമ്പോൾ എന്നെക്കൊണ്ടൊന്നും പറയാൻ പറ്റില്ല. ലോകത്തിലെ മറ്റു ഭാഷകളിൽ 2 or 3 വോവൽസ് സ്വരാക്ഷരങ്ങൾക്ക് വാക്കുണ്ട്. എന്നാൽ ഓംകാര മന്ത്രം എടുക്കണമെങ്കിൽ ആ ഈ വരെയുള്ള 16 ലോകത്തിലാകുന്ന വാക്യമുള്ളൂ ഓംകാര മന്ത്രം. ആ ഓംകാരം എടുത്ത് പഠിച്ചാൽ കുട്ടിയുടെ വോക്കൽ കോഴ്സിലെ എല്ലാ സെന്റൻസിനും എക്സസൈസ് എടുത്ത് കുട്ടിക്ക് ശബ്ദ ഗാംഭീര്യം ഉണ്ടാവും. മൈക്ക് കിട്ടിയാൽ ഉത്തരവായിട്ട് പ്രസംഗിക്കാനും കുട്ടിക്ക് പറ്റും. കുട്ടിക്ക് ശബ്ദ സ്ഫുടത ഉണ്ടാവും. നല്ല ഏത് ഭാഷ നല്ല സ്ഫുടമായിട്ട് മനസ്സിലാവും. കുട്ടിക്ക് ശബ്ദ മാധുര്യം ഉണ്ടാവും. കർണാടക സംഗീതം പാടണമെങ്കിൽ കുട്ടി സുന്ദരമായി പാടണം. ഹിന്ദുസ്ഥാനി മ്യൂസിക് പാടണമെങ്കിൽ ഭംഗിയായിട്ട് പാടണം. ഇംഗ്ലീഷുകാരൻ്റെ തത്വസ്വരങ്ങൾ പാടണമെങ്കിൽ കുട്ടി ഉപയോഗപ്പെടുന്ന പാടും. ഇവിടെയാണ് സഹസ്രാണ് ചൊല്ലിപ്പെടുത്താനുള്ള കുട്ടിയുടെ ശബ്ദത്തിന് കിട്ടുന്ന പ്രാധാന്യം. 5ാമതായി സഹസ്രാണ് ചൊല്ലിപ്പഠിക്കുമ്പോൾ വലിയ ആളുകൾക്ക് വേണ്ട ഗുണമാണ് കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ പവർ. ഒന്നിനെയും വേറൊന്നിനോട് താരതമ്യപ്പെടുത്തി മനസ്സിലാക്കാനുള്ള കഴിവ്. ഒരാളൊരു ഡോക്ടർ ആകണമെങ്കിൽ ഡോക്ടറെ ഒരു പേഷ്യന്റ് വരും, ഒരു ലക്ഷണം പറയും. ആ ലക്ഷണം പറഞ്ഞാൽ ഡോക്ടറെ ഉടനെ തലച്ചോറ് വിവിധ ലക്ഷണങ്ങളെ കമ്പയർ ചെയ്ത് ഡോക്ടർ പറയും, ഇയാൾക്കിന്മേൽ രോഗമാണ് എന്ന് പറയും. ഇനി ഒരു രോഗി വന്ന് ഡോക്ടറെ എനിക്ക് ഡയബറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഡോക്ടറെ ഡോക്ടറുടെ തലച്ചോറ് ഓർമ്മ വരും, ഡയബറ്റീസിന്റെ സിംറ്റം തന്നെയാണ്, അതിന് ഇങ്ങോട്ട് പോകും, എന്തൊക്കെയാണ് ഈ മനുഷ്യനുണ്ടാവുന്ന പാടിയ രോഗങ്ങൾ ഡോക്ടർ ട്രീറ്റ് ചെയ്യുന്നത്. ഈ കമ്പാരറ്റീവ് അനാലിറ്റിക് എപ്പോൾ ഇല്ലെങ്കിൽ ഡോക്ടറെ പറ്റില്ല. ഡോക്ടർ മരുന്ന് കുടിക്കണം. ഓരോ മരുന്നിനും സൈഡ് എഫക്റ്റ് ഉണ്ട്. ഓരോ മരുന്നിനും കോൺട്രാ ഇൻഡിക്കേഷൻ ഉണ്ട്. ഇതറിയാൻ ഡോക്ടർ മരുന്ന് കുടിക്കാൻ പറ്റുമോ? മരുന്ന് കുടിക്കാൻ പറ്റില്ല. എന്നെ പോലെ IAS ഒക്കെ പാസ്സായി കളക്ടർ കത്തായി വന്നിരിക്കും. ഒരു ജില്ലയിൽ 150 ഗ്രാമങ്ങളുണ്ടാവും. ഓരോ ഗ്രാമത്തിൻ്റെയും ജനസം കേട്ടാൽ അവിടെ ഏത് മതക്കാരാണ് കൂടുതൽ, ഏത് ജാതിയാണ് കൂടുതൽ, അവിടെ സ്ഥിരമായ പ്രശ്നം ഉണ്ടാവുന്ന സ്ഥലമാണോ, ഇതൊക്കെ ഓർത്തിരിക്കാൻ പറ്റുന്നതാക്ക് കളക്ടറൊക്കെ ആവാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഈ കമ്പാരറ്റീവ് അനാലിറ്റിക് ചിലപ്പോൾ ഉണ്ടാക്കുന്നത് സഹസ്രാമത്തിന്റെ വലിയൊരു കഴിവാണ്. ഭഗവാന്റെ തലയിലോട്ടാണ് കുട്ടി നോക്കുന്നതെങ്കിൽ വിഷ്ണു സഹസ്രനാമമാണ് കേശവ. ഭഗവാന്റെ ഇഷ്ടമുള്ള തലമുണ്ടായിരുന്നു, അത് കേശവ എന്നായിരുന്നു. കുട്ടി ശിവസഹസ്രനാമമാണ് വായിക്കുന്നല്ലോ. കുട്ടി തലയിലോട്ട് നോക്കിയിട്ട് ഗംഗാധര തലയിൽ ഗംഗയെ വഹിക്കുന്നവനെ, ചന്ദ്രധാര തലയിൽ ചന്ദ്രക്കരമുള്ളവനെ എന്ന് വിളിക്കും. സഹസ്രാമം ചൊല്ലുമ്പോൾ തലയ്ക്കകത്ത് കൃത്യമായിട്ട് എഴുതി വെക്കണം. ഇനി ഭഗവാന്റെ കയ്യിലോട്ടാണ് നോക്കുന്നതെങ്കിലോ വിഷ്ണു സഹസ്രനാമാണല്ലോ. മുരളീധര കയ്യിൽ മുരളി പിടിച്ചോണ്ട് നിൽക്കുന്നവനെ. ലളിത സഹസ്രനാമാണെങ്കിലോ വീണാ പുസ്തകധാരണി, ഒരു കൈയിൽ വീണയും മറ്റേ കൈയിൽ പുസ്തകവും ധരിച്ചുകൊണ്ട് നിൽക്കുന്നവരെ. വിഷ്ണു സഹസ്രനാമത്തിൽ പിന്നീട് പറയും ഗതാചക്രവാണി, ഒരു കൈയിൽ ഗതയും മറ്റേ കൈയിൽ ചക്രവും പിടിച്ചോണ്ട് നിൽക്കുന്നവരെയാണ്. ശിവസഹസ്രനാമത്തിന്റെ ഒരു പാരഗ്രാഫ് വർണ്ണത്തോട് നാരായണ മേഖല മലയാള ഭാഷയെ തലത്തിരിക്കുന്നുണ്ട്. കൊട്ടാക്കി പാല വട്ടത്തിരിവിൽ ഗരയും കാവളിച്ചാല് കൂടുതൽ കെട്ടാക്കി കേരളിൽ പോകുന്നവരുടെ വഴിവാക്കി പലം ചന്ദ്രകണ്ഠൻ മട്ടപ്പത്തലമാറി പ്രഭയോടസിദ്ധനായി കത്തിൽ വയ്യപ്പെട്ട കാട്ടാളനെ കൈകൊടുങ്ങേൻ. 16 കാര്യം കൂടി ഓർത്തിരിക്കണം. പരമശിവന്റെ തലയും മുഖവും എങ്ങനെയാണ്. ഇതാണ് സഹസ്രാമത്തിൽ കുട്ടി കിട്ടുന്ന കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ പവർ. അതുള്ള കുട്ടി IAS പാസ്സാവും, IIT പാസ്സാവും, IAS പാസ്സാവും. ഇവിടെയാണ് കുട്ടിയുടെ കഴിവ്. ഇനി 6ാമതായി ഞങ്ങളുടെ മോശം ദൈവത്തെ കണ്ടു. പോരാട്ടം ദൈവം 10 രക്ഷകളിലായിരുന്നു. അതിൽ 1ാമത്തെ കൽപ്പന, ഞാൻ നിന്റെ ദൈവമാകുന്നു,
ഞാനല്ലാതെ അവൻ്റെ ദൈവം നിനക്കുണ്ടാവരുത് എന്നാണ്. ഇത് കുറച്ചാണ് ഇതൊന്നും കുഴപ്പമില്ല. ഇവരൊക്കെ പറയാൻ നീ വേറെ ചേർന്ന് പോയിക്കണോ, ഇവിടെ മാത്രമല്ലോ മുഴുവനും പറയുമോ? ഇല്ല, നീ ഇവിടെ വന്നോ സന്തോഷം. ഞങ്ങൾക്ക് 150 സ്ഥലത്തിൽ പോകണോ? ഒപ്പോ ഏത് ദൈവമേ തൊഴിലോ തിരിച്ചു വരുന്ന സന്തോഷം, തിരിച്ചു വന്നിട്ട് അവരുടെ സന്തോഷം. തിരിച്ചുകൊണ്ട ദൈവത്തിന് മറ്റൊരു ദൈവത്തോട് അസൂയയില്ല. സത്യത്തിൽ വന്നാൽ തൊഴിൽ പോകണം. ഏതൊക്കെ കർത്തത്തിൽ പോകണം, ഏതൊക്കെ കർത്തത്തിൽ ഒരു കുഴപ്പവും ഇതില്ല. ഇത് ഹിന്ദു ദൈവങ്ങളുടെ വലിയ പ്രത്യേകതയാണ്. നോൺ ജലസ് ഗാഡ്. അത് ഹിന്ദു മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ദൈവത്തിനും ഭയങ്കര അസൂയ. ഓരോ ദൈവങ്ങളുടെ മാർക്കയാണ്. ഏഴാമതായി, ഞങ്ങളുടെയൊക്കെ ദൈവം ആകാശ മേഖലകൾക്കപ്പുറത്ത് ഒരു സ്വർഗത്തിൽ കയറി കൂട്ടി അവിടെ ഇരിക്കുകയാണ്. വാതിൽ കാക്കോടെ കാണിപ്പോൾ അതോട് കൂടെ വലിയ പാട്ടാണ്. പുറത്തോട്ട് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. ഹിന്ദുക്കളുടെ ദൈവം ഹിന്ദുക്കൾക്ക് 1890 അതിനാദ്യ പുസ്തകത്തിൽ ഈശോ വാസ്യം ഉപനിഷത്ത് തുറന്നെങ്ങനെയാണ്? ഈശോ വാസ്യത്തിന്റെ പുസ്തകം ദൈവം പ്രവചനകൊണ്ടിരിക്കുകയാണ്. അത് ആകാശ മേഖല സ്വർഗത്തിൽ അടുത്തിരിക്കുന്ന ദൈവം പ്രവചനകൊണ്ടിരിക്കുകയാണ്. ഭാഗവതത്തിൽ പ്രഹ്ലാദന്റെ ഒരു ഭാഗം, പ്രഹ്ലാദനോട് അപ്പൻ കേൾക്കുന്നത് എവിടാണ് ദൈവം? പ്രഹ്ലാദന് മറുപടിയാണ്, മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു. അതാണ് ഹിന്ദുക്കളുടെ ദൈവം. ഹിന്ദുക്കളുടെ ദൈവം ഉറക്കത്തിൽ ഒരു അച്ഛൻ കൂട്ടിയിരിക്കുന്ന ദൈവമല്ല, ഇതിൽ വേറെ. എട്ടാമതായി, എല്ലാ മതങ്ങളിലും ഈശ്വരൻ വേറെ മനുഷ്യൻ വേറെ, കംപ്ലീറ്റ് ഡിഫറൻ്റാണ്. എന്നാൽ ഹിന്ദുക്കളുടെ ദൈവമോ ഭൗതികതയും ഭഗവാൻ അതിനോട് പറയാണ്, അതിനാൽ ഞാൻ നിന്നിലും നീ എന്നിൽ ഇരിക്കുന്നു നീ മനസ്സിലായോ. ഈശ്വരൻ നമ്മുടെ ഉള്ളിലിരിക്കുകയാണ് എന്ന് മാത്രം. അതായത് ഈശ്വരൻ സ്വർഗത്തിരിക്കുകയല്ല. ഇത് അസാധാരണമായ കാഴ്ചപ്പാടാണ്. ഇതാണ് ഹിന്ദിയിലെ കവിയുടെ പ്രശ്നമായ കവി ലോകയിൽ എഴുതുന്നത്. तेरा साई तुझमें जो भूत में बास कस्तूरी का मुझो ढूंढेगा. तेरा साई तुझमें ദൈവം നിന്റെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത്. എങ്ങനെ? ജോ പൂപ്പറിനെ ബാസ്, പൂപ്പറിന്റെ പുഷ്പത്തിൽ സുഗന്ധം ഇരിക്കുന്ന പോലെ മനുഷ്യ നിന്റെ ഉള്ളിൽ ദൈവം ഇരിക്കുകയാണ്. ഇതൊരു കവിതയുടെ കളിയാക്കാണ്. കസ്തൂരിക്കാൻ മുറിയോ, കസ്തൂരിമാരുടെ ശരീരത്തിന് പുറത്താണ് കസ്തൂരി ഗ്രന്ഥി. അവിടെ നിന്ന് കസ്തൂരി പുറത്തു വരുമ്പോൾ ഭയങ്കര മണം. ഈ മണം എവിടെ നിന്ന് വരുന്ന അറിയാൻ വേണ്ടി കാണാൻ ഓട്ടം പിടിക്കും. മലയെല്ലാം കയറി ഇറങ്ങി പൊന്നോട് കൂട്ടി ക്ഷീണിച്ച് കാണാൻ ഇരിക്കുമെന്ന് കസ്തൂരിന്റെ മുകളിലാണ് ഇരിക്കുന്നത്. അടുത്ത തുള്ളി പുറത്തോട്ട് പിന്നെയും മണം ഓട്ടാണ്. അവർ ചോദിക്കുന്നു, നിന്റെ ഉള്ളിലേക്ക് ഈശ്വരനെ തേടി നീ എന്താണ് ഈ ലോകം മുഴുവൻ അലയുന്നത്? ഈശ്വരൻ നിന്റെ ഉള്ളിലിരിക്കുന്നു. ഇത് ഹിന്ദുമതത്തിന്റെ അമോഘമായ ഒരു കാഴ്ചപ്പാടാണ്. ഒമ്പതാമതായി, മറ്റെല്ലാ മതങ്ങളിലും ദൈവം വേറെ മനുഷ്യൻ വേറെ. ഹിന്ദുമതത്തിലോ ഋഗ്വേദത്തിൽ ആരംഭിച്ച് മഹാനായ വേദവ്യാസൻ മഹാഭാരതം വ്യാഖ്യാനിച്ച് മലയാളികളായ ജനിച്ച മഹാനായ മലയാളി ശങ്കരാചാര്യൻ അദ്വൈത സിദ്ധാന്തം പറഞ്ഞു പഠിപ്പിച്ചു. ഈശ്വരന്റെ മനുഷ്യൻ രണ്ടല്ല, ഈശ്വരന്റെ മനുഷ്യൻ ഒന്നാണ്. പരമാത്മാവായ ഈശ്വരൻ എന്നൊരു ഭാഗം ഭൂമിയിൽ ജീവാത്മാവായി വന്ന് നമ്മുടെ ശരീരത്തിൽ താമസിക്കുന്നു. നമ്മൾ ഈ മരണത്തിന് ശേഷം മോക്ഷം കിട്ടി സന്ദർശിച്ചെന്ന് പരമാത്മാവിൽ ജയിക്കുന്നു. ദൈവവും മനുഷ്യനും ഒന്നാണെന്ന് ലോകത്തിൽ ഒരു മുഖം പറഞ്ഞില്ല. അദ്വൈതം പറഞ്ഞത് ഹിന്ദുമതം മാത്രമാണ്. ഈശ്വരനും മനുഷ്യനും ഒന്നാണ്, രണ്ടല്ല. 1000 മൈലുകൾ താണ്ടി കരിമല കയറ്റം കഠിനമഞ്ഞപ്പ കയറി ശരംകുത്തി കയറി ഇറങ്ങി 12ാം പടി കയറി പത്തനംതിട്ട ചെല്ലുമ്പോൾ അയ്യപ്പ ഭഗവാൻ എഴുതി വെച്ചിട്ടുണ്ട് തത്വമസി. അയ്യോ ഭക്ത, 1000 മൈൽ അപ്പുറത്ത് നിന്ന് വന്ന് ശരംകുത്തി കയറി കരിമല കയറ്റം കഠിനമഞ്ഞപ്പ കയറി 12ാം പടി കയറി ഭക്ത, നീയും അകത്തേക്ക് അയ്യപ്പനായ ഞാനും ഒന്നാണ്. തത്വമസി. പത്തനോട് അയ്യപ്പൻ പറയുന്നത് നീ ഞാൻ ഒന്നാണ്. ഇത് ലോകത്തൊരു മതത്തിനുമില്ല, ഹിന്ദുമതത്തിന് മാത്രമേ ഉള്ളൂ. ഇനി 10ാമതായി, മറ്റു മതങ്ങളിലെ ഈശ്വരൻ മനുഷ്യനെ കൊത്ത് രസിക്കും. മൃഗങ്ങളെ കൊണ്ട് ചോരപ്പുഴ ഒഴുക്കിയെങ്കിലേ ദൈവത്തിന് സന്തോഷമുള്ളൂ. ഞങ്ങളുടെ വേദോത്സവം ദൈവം പറഞ്ഞു, നിന്റെ മോനെ കൊന്നിട്ട് നീ വരാൻ പറഞ്ഞു. അബ്രഹാം മോനെ കൊല്ലാൻ പോയിട്ട്
ഫൈനലി മോനെ രക്ഷപ്പെട്ടു ദൈവം. ഗ്രീസിലെ പ്രസിദ്ധമായ ഇതിഹാസമാണ് ഇലിയഡ്. സുന്ദരിയായ ഹെലൻ ട്രോയിയെ പാരീസ് ഒന്ന് പ്രേമിച്ച് അടിച്ചോണ്ട് നോക്കണം. ഇപ്പോഴത്തെ കണക്കുള്ള ലൗകികാണ്. ഈ ഹെലനോട് പിടിച്ചോണ്ടാണ് അതിന് അകടങ്ങളോട് ആളുകൾ 1000 കപ്പം സൈന്യത്തെ കെട്ടിയിരുത്തി. സൈന്യത്തിൽ പാമ്പയ്യ എങ്ങനെയെന്നറിയാമോ? ക്ഷേത്രത്തിൽ പൂജാരി ഇറങ്ങുന്നത് പറഞ്ഞു 13 ദിവസത്തിൽ താഴെ പ്രായമുള്ള പെൺകുട്ടിയെ കഴുത്തറത്ത് ബലി കൊടുക്കണം, എങ്കിലും യുദ്ധം ചെയ്യും. അതവരോട് പ്രഖ്യാപിച്ചു. ആരെങ്കിലും 13 ദിവസത്തിൽ താഴെ പെൺകുട്ടിയെ തന്നാലും 1000 സ്വർണ്ണ നാണയം തരുന്നതാണ്. ഇന്നത്തെ സ്വർണ്ണത്തിന് വില വെച്ചിട്ട് 4 കോടി രൂപ. അപ്പോൾ ഒരു പറ്റമയും മകളെ ബലി കൊടുത്തില്ല. ഇപ്പം ചെയ്യണ്ടേ? 2000 സൈന്യം ലഭിക്കുക ഒപ്പല്ല. രാജാവായിട്ട് ഇരിക്കുന്നു. അയാളുടെ മൂത്ത മോള് ഹൈഡ്ര എപ്പിജിയിലേക്ക് 13 വയസ്സോ എന്തോ മുതലും കൊടുത്ത് മോളെ എടുത്തോണ്ടാക്കി പിടിച്ചോണ്ടെന്ന് പോലീശാസ്ത്രത്തിൽ കായത്ത് അവിടെ പോന്ന മോളെ പോയി യുദ്ധം ചെയ്ത് തിരിച്ചു വന്നിട്ട് രാത്രി തിരിച്ചു വന്ന രാത്രിയില് അയാളുടെ ഭാര്യ യുദ്ധം നെസ്സാണ് കുറെ വെച്ചു. എന്റെ മോളെ നീ വന്നിട്ടാ ഭർത്താവിനെ കൊന്നതാണ്. എനിക്കാ ഇതിഹാസമാണ്. ദൈവം സന്തോഷിക്കണമെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങളെ ബലി കൊടുക്കണം, അല്ലെങ്കിൽ 1000 ആടുകളെ ബലി കൊടുക്കണം, 10,000 പോത്തിനെ ബലി കൊടുക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷിക്കാൻ മൃഗങ്ങളെ കാണണം, അല്ലെങ്കിൽ മനുഷ്യൻ സ്ത്രീകളെയാണ് കൊല്ലുന്നത്. ഇങ്ങനെ സന്തോഷിക്കുന്ന ദൈവം അദ്ദേഹത്തിന്റെ കിങ്ങിലെ നാമത്തിൽ പറഞ്ഞു, ലൈക്ക് ഫ്ലൈസ് ടു വാൻ ആൻഡ് ബോയ്സ് ആർവിംഗ് ദ ഗോഡ്സ് ദേ കിൽ us for this cause. കൊച്ചു കുട്ടികളുടെ കയ്യിൽ ചിത്രശലഭത്തെ കിട്ടിയാൽ പിറ്റിപ്പിക്കുന്നത് പോലെ ദൈവങ്ങൾ മനുഷ്യരെ കൊണ്ട് രസിക്കുന്നു. ഇതാണ് മറ്റു മതങ്ങളുടെ ദൈവം. ഇന്നോടല്ല മനുഷ്യൻ അപകടത്തിൽപ്പെടുമ്പോ അവനെ രക്ഷിക്കാൻ വേണ്ടി ഭൂമിയിൽ വരുന്ന ദൈവം. അതാണ് ഹിന്ദുക്കളുടെ ഈശ്വര സങ്കല്പം. ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് ഭഗവത്ഗീത പറയുകയാണ്, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമഹം പരിത്രാണേന സാധുന വിനാശായ ദുഷ്കൃത ധർമ്മസംസ്ഥാനായ സംഭവാമി യുഗേ. എപ്പോഴൊക്കെ ധർമ്മത്തിന് ഗ്ലാനി ഉണ്ടാവണോ, എപ്പോഴൊക്കെ അധർമ്മം തലവെക്കുന്നോ, അപ്പോൾ ഞാൻ ഭൂമിയിൽ അവതരിക്കും. ഞാൻ 3 കാര്യം ചെയ്യും. പരിത്രാണയ സാധുന, സാധുക്കളായ മനുഷ്യരെ രക്ഷിക്കും. വിനാശ ദുഷ്കൃത, ക്രൈമൽ ക്രിമിനൽസിനെ അമർച്ചയും. ധർമ്മ സംസ്ഥാപനായ ഓർക്കുടെ എസ്റ്റാബ്ലിഷ് തിരിച്ചു വരും. ഹിന്ദുക്കളുടെ ദൈവം മനുഷ്യൻ രക്ഷിക്കുന്ന ദൈവമാണ്. മനുഷ്യനെ മൃഗങ്ങളെ കൊന്നു രക്ഷിക്കുന്ന ദൈവമല്ല. ശ്രീമദ് ഭാഗവതം വായിക്കുമ്പോൾ വിഷ്ണു ഭഗവാൻ ദശാവതാരം പുറത്തു വരികയാണ്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, രാമോ രാമത്തെ രാമ. 3 രാമന്മാർ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, കൃഷ്ണ, കൽക്കി, അവതാരം. ഇവിടെ നടക്കുന്ന ജ്ഞാന യജ്ഞം ദേവീ ഭാഗവതമാണ്. ആ ദേവീ ഭാഗവതത്തിൽ ഭഗവതിയുടെ ദശാവതാരത്തിന്റെ കഥ നിങ്ങൾ 7 ദിവസം കൊണ്ട് കേൾക്കാൻ പോവാം. എന്താണ് കഥ? ഭഗവതി ഭൂമിയിലേക്ക് വരാൻ തീരുമാനിച്ചു. ഭഗവാൻ വന്നു ഭഗവതിയോട് പറഞ്ഞു, ഭഗവതി, ഞാൻ ഈ ഭൂമിയിലെ 6 പന്നിയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. നീ എങ്ങനെ പോകാൻ പാടില്ല, നീ ഒരു സ്ത്രീയാണ്. നീ ഈ ഭൂമിയിലെ മനുഷ്യസ്ത്രീയായിട്ട് മാത്രമേ പോകാവൂ. ഭഗവതി പറഞ്ഞു, ശരി, മനുഷ്യസ്ത്രീയായിട്ട് മാത്രമേ പോകും. അങ്ങനെ ഭഗവതിയുടെ ദശാവതാരം. ഭഗവതി ആദ്യം ഭൂമിയിലേക്ക് വന്നത് ജ്ഞാനേശ്വരിയായിട്ടാണ്. ഒരു മനുഷ്യൻ എത്ര പണ്ഡിതനാണെങ്കിലും ആ മനുഷ്യന്റെ അറിവുകൾ തുടങ്ങുന്നത് അമ്മ പറഞ്ഞുകൊണ്ടാണ്. അപ്പോ ലോകത്തിലെ അമ്മ അറിവുള്ളവരായി തീർന്നു. അതിന് ഭഗവതി ജ്ഞാനേശ്വരിയെ ഭൂമിയിലേക്ക് വന്നു. 2ാമത് ഭഗവതി ദുർഗാ ഭഗവതിയെ ഭൂമിയിലേക്ക് വന്നു. 3ാമത് ഭഗവതി പാർവതിയായി ഭൂമിയിലേക്ക് വന്നു. പരമേശ്വരന്റെ കൂട്ടായിട്ട് വന്നു. പരമേശ്വരൻ രൂപം മാറുമ്പോൾ പാർവതി രൂപം മാറും. പരമേശ്വരൻ ഭൈരവനാകുമ്പോൾ പാർവതി മുത്താരനെയാണ്. ഓരോ നല്ല രസമാണ് വായിക്കാൻ. അങ്ങനെ പാർവതിയെ ഭൂമിയിലേക്ക് വന്നു. 4ാമതായി ഭഗവതി കാളി ഭഗവതിയെ ഭൂമിയിലേക്ക് വന്നു. കാളിഭഗവതിയുടെ പ്രത്യേകതയാണ് ക്ഷിപ്രസാധ്യ. ബാക്കി ഏത് ദേവനോട് ദേവിയോട് വിളിച്ചാൽ ദേവന്റെ ആഗ്രഹിക്കും. ഭക്തൻ ഇങ്ങനെയൊക്കെ ചോദിച്ചു, കൊടുക്കണോ വേണ്ടയോ എന്താ ഒരാലോചന. പക്ഷേ കാളി ഭഗവതിയുടെ പ്രശ്നമില്ല. കാളി ഭഗവതി ക്ഷിപ്രസാധ്യ. ഭക്തൻ പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും അത് സാധിച്ചു കൊടുക്കുന്ന ഏക ദേവതാ സങ്കല്പം കാളി ഭഗവതിയാണ്. കാളി ഭഗവതി ക്ഷിപ്രസാധ്യയായി ഭഗവതി ഭൂമിയിലേക്ക് വന്നു.
അഞ്ചാമത് മനുഷ്യനോട് പണമുണ്ടായി, സ്വത്തുണ്ടായി, സ്വർണ്ണമുണ്ടായി. ആ ധനത്തിനുള്ള ദേവദാസങ്ങൾക്കാണ് ഭഗവതി ലക്ഷ്മി ഭഗവതിയെ ഭൂമിയിലേക്ക് കൊണ്ടു, ധനത്തിന്റെ ദേവതയെ. ആറാമത് മനുഷ്യരോട് അതുണ്ടായി, അവൻ പുസ്തകം എഴുതി, അവൻ ലൈബ്രറി ഉണ്ടാക്കി, കോളേജ് ഉണ്ടാക്കി, യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി. മനുഷ്യനെ അറിവുള്ള ദേവദാസങ്ങൾക്കാണ് ഭഗവതി ആറാമതായി സരസ്വതി ഭഗവതിയെ ഭൂമിയിലേക്ക് വരികയാണ്. ഏഴാമത് ഭഗവാൻ വിഷ്ണു ഭൂമിയിൽ വരുന്നു കൂട്ടുകാണ്. ഭഗവതി രാമയായ ഭൂമിയിൽ അവതരിച്ചു. രാമന് ഒരിക്കലും ഭഗവാൻ കല്യാണം കഴിക്കാൻ പറ്റിയല്ല, പണ്ടത്തെ മുന്നിശാപമുണ്ട്. അത് ഭഗവാൻ അറിയാം, രാമനറിയാം. അപ്പോൾ ലൈംഗിക വീഴ്ചയില്ലാതെ, വിവാഹബന്ധം ഇല്ലാതെ ഒരു പുരുഷന് സ്ത്രീ എങ്ങനെ പ്രയോഗിക്കണം, അത് ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടി രാധേയവും ഭഗവതി ഒന്നും രുക്മിണിയായിട്ടല്ല, ഭഗവതി ഒന്നും സത്യഭാവനായിട്ടല്ല, നമുക്ക് ഭയങ്കരമായിട്ടല്ല വന്നേ. രാധേയവും പുരുഷനും സ്ത്രീയും ലൈംഗിക വീഴ്ച ഇല്ലാതെ, വിവാഹബന്ധം ഇല്ലാതെ പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും എങ്ങനെയാണെന്ന് രാമൻ നമ്മളെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് രാധയുടെ മരണം നടന്നു. രാധ ഭഗവാൻ ഒരു നെപ്പായി, ഭഗവാൻ എനിക്കൊരാഗ്രഹം, ഞാൻ മരിക്കുമ്പോൾ ഭഗവാൻ എൻ്റെ അടുത്തിൽ നിന്ന് വീണ മുറിൽ വായിച്ചുകൊണ്ടിരിക്കണം, അത് കേട്ടോടെ എനിക്ക് മരിക്കണം. ഭഗവാൻ അപ്പോഴേ രഥമയച്ചു രാധയെ ദ്വാരകയിൽ കൊണ്ടുവന്നു. നേരെ രുക്മിണിയുടെ കൊണ്ട് കിടത്തി കൊടുത്തു. രുക്മിണിക്ക് ഒരു കംപ്ലൈന്റ് ഇല്ല, ലൈംഗിക ഉണ്ടാകുന്നതും വിവാഹം എന്തുകൊണ്ടാകുന്നതും രുക്മിണിക്ക് അറിയാം. ഇപ്പോഴാണ് കാമുകിയെ കൊണ്ടുവന്ന് ഒന്നാം വാരയുടെ മുഖ്യാത്തൊരു കിടത്തിയാണ് 1000 എപ്പിസോഡുകളോട് സീരിയൽ റെഡി അപ്പോഴറിയായിരുന്നു. അങ്ങനെ താമസിച്ച് രാധ മരിക്കാറായപ്പോൾ ഭഗവാൻ എന്നിട്ട് മുരളി വായിച്ചു. 36 മണിക്കൂർ മുരളി വായിച്ച് അത് കേൾക്കുമ്പോൾ രാധ നമുക്ക് പോകുന്നത്. രാധ മരിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇനി ഞങ്ങൾ മുരളി വായിക്കാൻ. രാധയുടെ മണ്ണക്കിടക്കടുത്ത് മുരളിയോട് സ്ഥാപിച്ചു വെച്ചു. ഇത് ഭാഗവതത്തിൽ പറയുന്ന കഥയല്ല, ഗുജറാത്തിലെ കോട്ടയുടെ ഭാഗമായി ദ്വാരകയിലുള്ള ആളുകൾ പറയുന്ന പ്രസിദ്ധമായ കഥയാണ്. ഞാൻ കേട്ടിട്ട് ഭാഗവതത്തിൽ അറിയില്ല. അങ്ങനെ രാധയുടെ മണ്ണക്കിടക്കയിൽ ഭഗവാൻ പാടിയ പ്രസിദ്ധമായ രാഗമാണ് ഹരിമുരളീധരം. യേശുദാസ് ഹരിമുരളീധരം ആലപിക്കുന്നത്, മോഹൻലാൽ അഭിനയിക്കുന്നതും കാണാത്ത ആനന്ദാസൻ ഉണ്ടാവില്ല. ആ മഹത്തായ രാഗം രാധയുടെ മരണക്കിടക്കയിൽ ഭഗവാൻ പാടിയതാണ് എന്നാണ് ഗുജറാത്തിലെ ഐതിഹ്യത്തിൽ കഥയിൽ പറയുന്നത്. 8ാമത് ഗായത്രി മന്ത്രം ഭൂമിയിൽ അവതരിക്കണം. ഗായത്രി മന്ത്രം ഭഗവത് പറഞ്ഞണം. ഭഗവാനെ ഈ ഗായത്രി പേരെന്ന സ്ത്രീയാണ് ഞാൻ ഭഗവാൻ. അങ്ങനെ ഭഗവതി ഗായത്രി എന്ന മനുഷ്യത്തെ ജനിക്കുകയും ഗായത്രി മന്ത്രം ചൊല്ലി നമ്മളെ കേൾപ്പിക്കുകയും ചെയ്യും. ഇപ്പൊ നമ്മൾ സുന്ദരത്തിന്റെ ഗായത്രി മന്ത്രം ചൊല്ലുമ്പോൾ പണ്ട് ഭഗവതി ഇങ്ങനെയാണോ പാടിയെന്ന് നമുക്ക് മനസ്സിലാവും. 9ാമത് ഭഗവതി ശക്തീശ്വരിയെ ഭൂമിയിലേക്കുണ്ട്. ശക്തീശ്വരിയെ എന്താണ് ഈ ശക്തീശ്വരിയെ വന്നത്? പുരുഷന് ബലമുണ്ട്, പക്ഷേ ബലം ആവശ്യമുള്ള സമയത്ത് പുരുഷന്റെ വീണു പോകും. തീരുമാനം മാറുന്ന പ്രശ്നമില്ല, അവരോടല്ല, അവർ തീരുമാനിച്ചവരുണ്ടല്ലോ. അങ്ങനെ തീരുമാനത്തോട് കേട്ടിട്ടായി. അതാണ് പ്രസിദ്ധമായ സംഭവം. അർജുനന്റെ വിചാരം ചെയ്യുന്നതാണ്. പരമശിവന്റെ പ്രസിദ്ധവാസന കയ്യിലുണ്ട്. മഹാരഥനാണ്, 10,000 വയസ്സിന് ഇതഞ്ഞ കപ്പാസിറ്റി ഉള്ളതാണ്. പക്ഷേ മഹാഭാരതം തുടങ്ങിയാണ് ഭഗവാൻ അർജുനയുടെ നേരെ കൗരവ സൈന്യത്തിനും പാണ്ഡവ സൈന്യം നടക്കൊള്ളുന്ന കിട്ടി. ഭഗവാൻ പറഞ്ഞു, അർജുന നമ്മൾ നിൽക്കുന്നതാണോ സേനാനായകൻ ഭീഷ്മർ, പിന്നെ മുത്തപ്പൻ, അവനെ നമുക്ക് ആനന്ദി കൊല്ലണം. അതിനിപ്പോഴത്തെ ദ്രോണനിൽക്കുന്നതിന്റെ ഒരു അവനെ കാലത്തിനാണ്. അങ്ങേറ്റത്തിന്റെ കൃപാചാരത്തിൽ നമ്മളവരുടെ അമ്മയുടെ പ്രസ്പെക്ഷൻ അവനെ ഫിനിഷ് ചെയ്യണം. പപ്പടമാണ് 4 പേരുടെ പേര് കേട്ടു. അർജുനൻ പറഞ്ഞു, ഭഗവാനെ വായന ഭഗവാനെ എന്റെ കൈ പറക്കും ഭഗവാനെ, ഗാന്ധിയുടെ കൈ താഴെന്ന് തോന്നുന്നു ഭഗവാനെ, ഇതൊന്നും പാറകടന്ന് മാറിയ ഞാൻ പുരുഷന് പറഞ്ഞു. പുരുഷൻ വലിയ ധൈര്യവും ശക്തിയൊക്കെ ഉണ്ട്. സമയം വരുന്നുണ്ടല്ലോ പുരുഷൻ പറഞ്ഞു. ഇത് പുരുഷൻ വിലകിയാണ്. ഇത് 532 റോമിൽ ഭയങ്കര വിപ്ലവമല്ല, ഡിസ്റ്റിങ് ചക്രവർത്തിയുടെ വിപ്ലവം. 30,000 പേർ മാർച്ച് നിൽക്കുകയാണ് രാജാപ്പാടത്തിന് നേരെ. ഡിസ്റ്റിങ് ചക്രവർത്തി ഓടി വീട്ടിൽ വന്നു. ഭാര്യയോട് പറഞ്ഞു, പെട്ടെന്ന് സാധനം എടുത്തോ, സ്വർണ്ണവും പണവും കയ്യിലെടുത്തോണം, നമ്മൾ ജയിലിൽ വെച്ചാണ്, നമുക്ക് കൂടി രക്ഷപ്പെടാൻ പോകാം. അപ്പോ
ഈ ജസ്റ്റിൻ ചക്രവർത്തി കല്യാണം കഴിച്ച ഭാര്യ തിയോണോവ ഒരു ഡാൻസുകാരി പറഞ്ഞാൽ ഈ ഡാൻസുകാരുടെ ഡാൻസ് ചെയ്യുമ്പോൾ 15 ശരീരമൊക്കെ പുറത്തു വരും വസ്ത്രത്തിനകത്ത്. ഇത് കണ്ട് ഇയാൾക്ക് ഭയങ്കര പ്രളയമായി. അപ്പൊ അന്ന് ഇയാൾ സേനാനായകൻ മാത്രമാണ്, ചക്രവർത്തിയാണെന്നൊന്നും ഒരു ഉറപ്പില്ല. അങ്ങനെ തിയോണോവ ഇവനെ കല്യാണം കഴിച്ചു. അന്ന് ഭരിച്ചത് രാജാവ് മക്കളില്ലാതെ രാജാവ് സേനാനായകൻ രാജാവ്. ആ സേനാനായകന് ആ മക്കളില്ല. അദ്ദേഹം രാജാവായ സേനാനായകന്റെ ചേട്ടന്റെ മോനാണ് ജസ്റ്റിൻ. അങ്ങനെ ഈ ജസ്റ്റിൻ ചക്രവർത്തി അന്വേഷിച്ച് മരിച്ചപ്പോ ഒരിക്കലും രാജാവാകില്ല എന്ന് വിചാരിച്ച ജസ്റ്റിനിയൻ രാജാവായി. ആ രാജാവിനെതിരെ 5 കൊല്ലം ഇപ്പോ പഴയ രാജാവിന്റെ 5 ഇപ്പോ നയിക്കുന്ന ഓടാണ്. ഞാൻ ഓടത്തില്ല, നീ ഓടണ, ഞാനോട് നിശ്ചയം ചെയ്യാൻ പോവാം. ജസ്റ്റിൻ എന്താ നീ പറയുന്നത്? അതെ, ഈ 10 വേഷമുണ്ടല്ലോ, രാജാക്കാരന്മാർ രാജ്യമാർക്ക് നല്ല വസ്ത്രമാണ്, സമയം കൂടാതെ നല്ലതാണോ 10 വേഷം. ഞാൻ ഈ 10 വേഷം ടീമാരുടെ യുദ്ധം ചെയ്തപ്പോഴാണ്. നീ ഓടിക്കാനുണ്ടാകും ലോകാവസാനം വരെ വീരുമായി നീ ചക്രവർത്തി അറിയിക്കുന്നു. നമ്മളോട് ധൈര്യം ജസ്റ്റിൻ ചക്രവർത്തി അമർന്നു. ജസ്റ്റിന്റെ സേനാനായകനുണ്ട്, ഡൽഹി സാഹസനുണ്ട്. നിനക്ക് ഇവരെ നേരിടാമോ? ഞാൻ നിനക്ക് തരാം. ആ ശവം നിനക്ക് വരുന്നു. ഞാൻ ഡൽഹി സാഹസനോട് ഇറങ്ങി 30,000 വരെ ആഴ്ച പോകുന്ന വിപ്ലവം പഠിച്ചാൽ മതി. പിന്നെ ജസ്റ്റിൻ ചക്രവർത്തി 34 വർഷം ഭരിച്ചു. പിന്നെയാണ് ഭാഗ്യാസ്വപ്നെ പറഞ്ഞത്. പിന്നെയാണ് ജസ്റ്റിൻ സ്കോണുണ്ടായത്. ഇതാണ് സ്ത്രീയുടെ കപ്പാസിറ്റി എന്നാണ്. ഈ സ്ത്രീയുടെ കപ്പാസിറ്റി സ്ത്രീകൾ ആവശ്യമുള്ള പ്രയോഗിച്ചായി. അംബാലയ 3 വരെ വീട്ടിൽ ഇവിടെ വന്ന് വിശ്വനെ കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, എനിക്കൊരു കാമം കൊടുക്കുന്നു. വിഷ്ണു നിനക്ക് അപ്പോഴൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അപ്പോഴും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എത്ര കാര്യം പറയാമോ? ഈ അമ്മ കാമുകനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെ പിടിച്ചോണ്ട് വന്നപ്പോഴേ ഈ പുതുതായിട്ട് കെട്ടാൻ പോകുന്ന അതിനൊക്കെ സ്മാർട്ടാണെങ്കിലും കണ്ടുപിടിക്കണ്ടേ, ചെറുതിനെ കാണണ്ടേ. ഇവിടെ നോക്കിയാൽ തൊട്ടി പറഞ്ഞെങ്കിൽ അപ്പോഴും കാമുകളെ ഇവരൊക്കെ ബെസ്റ്റ്. അങ്ങനെ അമ്മ അദ്ദേഹം ഉദ്ദേശിച്ചത് സാധാരണ നീ ഓർമ്മ പിടിച്ചാൽ ഞാൻ തന്നെ കിടത്തലാണ്. അവള് വീട്ടിൽ കല്യാണം നോക്കി, പക്ഷെ അവൾ ജോലിയൊന്നും പറ്റിയില്ല. അവസാനം അമ്മ അഗ്നിയിൽ സ്വയം ഹോമിച്ച് മരിച്ചു. ഒരു ജന്മത്ത് പോയാലുണ്ടായവൾ കിട്ടോ വെക്കില്ല. അടുത്ത ജന്മത്തിനോട് ശിക്കണ്ടിയുള്ള ഭീഷ്മരെ വീഴ്ച മഹാഭാരത യുദ്ധത്തിൽ ഇതാണ് സ്ത്രീ. വൈരാഗ്യം വന്നാണല്ലോ, ചാവുന്ന സ്ത്രീ ക്ഷമിക്കുന്ന പ്രശ്നമില്ല. ചത്താലോടെ കൊടുത്തില്ല. അടുത്ത ജന്മത്തിലുള്ള സ്ത്രീ വൈരാഗ്യം ജനിച്ചതേ. അതാണ് സ്ത്രീയുടെ മൊത്തം. പുരുഷന് കപ്പാസിറ്റി ഉണ്ടോ, ഒരു ഗവൺമെന്റിനെ കാണില്ല. സമയം വരുമ്പോൾ പഠിച്ച് താഴെ വരും, അദ്ദേഹം വിട്ട്. അപ്പോ സ്ത്രീ എങ്ങനെ ശക്തിവന്തിയാവണം പഠിപ്പിക്കാൻ വേണ്ടി ഭഗവതിയുടെ 9ാമത്തെ അവതാരം ശക്തീശ്വരയെ വന്നു. 10ാമത്തെ അവതാരം നിങ്ങളും ഞാനും കലിയുഗത്തിലെ അവതാരം. അതാണ് ചോദിച്ചത്, ഭഗവതിയെ ലാസ്റ്റ് അവതാരം നീ എന്താണ് പോകാൻ? ഭഗവതി പറഞ്ഞു, കലിയുഗത്തിൽ ഞാൻ പോകാൻ പോകുന്നത് ദൈവ ദേവതയായിട്ടാണ്. മനുഷ്യന്റെ നാട്ടിന് മധുരവും തമസവും ബുദ്ധിശക്തിയും വരുന്ന ദൈവന്റെ ദേവത ഭ്രമണി. ഭ്രമണമെന്നുള്ള തേജസ്സാണ്. ദൈവന്റെ ദേവതയെ ഭ്രമണിയായി നമ്മുടെ കലിയുഗത്തിൽ ഭഗവതി അവതരിച്ചിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ദേവി ഭാഗവത സംഭാഷണം ഒരാഴ്ചയോട് ജ്ഞാനേഷം തീരുമ്പോൾ ഭഗവതി ദശാവതാരം എടുത്തിട്ട് ഓരോരോ അവതാരങ്ങളുടെ പ്രത്യേകതയും വ്യക്താനായി പറഞ്ഞത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഹിന്ദു മതത്തിലെ ഈശ്വര സങ്കല്പത്തിലെ ഭഗവതി ആരാണ് എന്ന് മനസ്സിലാവും. 11ാമത് വയലാർ രാമവർമ്മ മലയാള സിനിമയിൽ പാട്ടെഴുതി. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചാൽ ജീവിതം ആസ്വദിച്ചാൽ ഞാൻ മരിക്കുമ്പോൾ ദൈവം പറയും, മനുഷ്യ നീയാണ് എന്റെ ദൈവം. ചുരുക്കവുമാണ്. പക്ഷേ വിഷ്ണു ഭഗവാന്റെ ദശാവതാരത്തിൽ 5 മനുഷ്യരുമാണ്. വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ. ഭഗവതി 10 അവതാരം മനുഷ്യരുമാണ്. 10 മനുഷ്യത്തെയാണ്. പരമശിവനോ ശിവപുരാണത്തിൽ അഷ്ടദശാവതാരം 11 അവതാരം. 12 മനുഷ്യരോ 6 മധുരോ. ഈശ്വരൻ മനുഷ്യനെ ഭൂമിയിൽ വന്ന് ജീവിച്ചപ്പോ ശ്രീരാമൻ അനുഭവിച്ചത് 100 ഇല്ല. ശ്രീകൃഷ്ണൻ അനുഭവിച്ചതിനെ 1001 അനുഭവിച്ചിട്ടുണ്ടാ. ഗർഭത്തിൽ 50 അപ്പം നമ്മൾ ജയിലിലായി. ജയിലിൽ കിടന്ന് പ്രസവിച്ചു.
ഞാൻ ജയിലിലിരിക്കുകയായിരുന്നു. ജയിലിൽ സ്ത്രീകൾ എല്ലാ സർവ്വ പുസ്തകങ്ങൾ കഷ്ടപ്പെടുന്ന ഞാൻ കണ്ടുകൊള്ളാം. അത് കഴിഞ്ഞ് 18 വയസ്സാവുന്നതിന് 24 വധശ്രമങ്ങൾ, ഭൂതല തൊട്ട് ചരണാസുരം തൊട്ട് ചക്രാസുരം തൊട്ട് 24 വധശ്രമങ്ങൾ, 24 ലക്ഷം. അതിനുശേഷം അദ്ദേഹം ഭരണമേറ്റെടുത്തപ്പോൾ അദ്ദേഹത്തിന് 44 ഇൻവേഷൻസ്, 21 ഇൻവേഷൻ ബൈ ജലാസനം, 16 ഇൻവേഷൻ ബൈ നരകാസൻ, അങ്ങനെ 44 അക്രമങ്ങൾ നേരിട്ടു. അത് കഴിഞ്ഞ് വേണം നമ്മുടെ രക്തം മാറുന്ന ഭഗവാൻ വിഷ്ണുലോകത്തേക്ക് തിരിച്ചുപോയി. ഭഗവാൻ വിഷ്ണു അനുഭവത്തിന്റെ 1000 നിങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷേ മനുഷ്യനായി ജീവിച്ച് ഈശ്വരൻ തിരിച്ചുപോയപ്പോൾ നമ്മളോട് പറഞ്ഞു, മനുഷ്യ നീയും ദൈവമാണ്. അത് മനുഷ്യൻ ദൈവമാണല്ല ഇന്ത്യയുടെ ദൈവം പറഞ്ഞു. ഇന്ത്യയുടെ ദൈവം പറഞ്ഞു, മനുഷ്യ നീയും ദൈവമാണ്. 10 ദിവസം അഹം നീയും എന്നെ പോലെ ദൈവമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ മനുഷ്യരോടും കൂടി ജീവിച്ചത്. അപ്പോൾ ഭാഗവത ജ്ഞാനം കഴിയുമ്പോൾ ആദ്യമായി നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് ഹിന്ദു മതത്തിലെ ഈശ്വര സങ്കല്പം. ക്രിസ്ത്യാനി ഈശ്വര സങ്കല്പം ഞങ്ങളുടേതായ മഹിമയുണ്ട്, മുസ്ലിങ്ങളുടെ ഈശ്വര സങ്കല്പം അതിൻ്റെതായ മഹിമയുണ്ട്, ഹിന്ദു മത ഈശ്വര സങ്കല്പം അതിൻ്റെതായ മഹിമയുണ്ട്. പക്ഷെ ആ മഹിമ എന്താണെന്ന് ഹിന്ദു മനസ്സിലാക്കിയില്ല. രണ്ടാമതായി ഭാഗവത ജ്ഞാനത്തിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ആത്മജ്ഞാനം എന്താണെന്ന് മനസ്സിലാക്കണം. എന്താണ് ആത്മാവ്? ആ ആത്മാവ് എങ്ങനെ ഭൂമിയിൽ വരുന്നു, അത് കഴിഞ്ഞ് എങ്ങോട്ട് പോകുന്നു, എന്താണ് അതിന്റെ പരമയുടെ ഫലം, ഇത് മനസ്സിലാക്കണം. അപ്പൊ ഇതോ കൃത്യമായി പറയുന്നു, ഈശ്വരന്റെ ഒരു ഭാഗമാണ്, പരമാത്മാവിന്റെ ഒരു ഭാഗമാണ് ജീവാത്മാവ്. ആ ജീവാത്മാവ് തിരിച്ച് പരമാത്മാവിലേക്കുന്നു. പക്ഷെ ഇഹലോകത്തിൽ നമ്മൾ കാണുന്നത് ഒരു മായയാണ്. ഇവിടെ ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. ഞാനിവിടെ കസേരയിരിക്കുന്നത് മൈക്രോ പ്രസംഗിക്കുന്നതൊക്കെ ഇരിക്കുന്നതൊക്കെ തോന്നും. പക്ഷേ ഈ മൈക്രോ കസേരയോ ഇവിടങ്ങളില്ല. ഇതെല്ലാം ഉണ്ടാക്കപ്പെട്ട ആറ്റം അതിന് 99.99% ശൂന്യമാണ്. ഇലക്ട്രോണും ന്യൂട്രോണും ഇലക്ട്രോണും ചേർന്നാൽ 0.01% മാറ്റർ, ബാക്കിയൊക്കെ ശൂന്യം. സോളാർ സിസ്റ്റം എടുത്താൽ സൂര്യനും നവഗ്രഹവും കൂടെ ചേർന്നാൽ സോളാർ സിസ്റ്റത്തിന്റെ 0.013% ഉള്ളൂ. 99.99% ശൂന്യം. ഈ പറഞ്ഞെടുത്താൽ 99.9999 12 ശൂന്യാണ്. ഇവിടെ ഒന്നുമില്ല. ഇനി ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന മാറ്റർ ഏത് സമയത്തും എനർജിയായി മാറാം. പ്രകാശമായിട്ടോ ചൂടായിട്ടോ വേവ്സ് ആയിട്ടോ അതിന് പോകും. അതാണ് ആൽബർട്ട് ഐൻസ്റ്റൈന്റെ E=mc². എനർജി മാറ്ററിനെ പ്രകാശത്തിന്റെ വേഗതയുടെ സ്ക്വയർ കൊണ്ട് നഷ്ടത്തിലേക്ക് വരുമോ അത്രയും എനർജി പൊട്ടിപ്പുറപ്പെടും. ഇതിനോട് ബോംബിട്ടപ്പോ ഹിരോഷിമയിൽ 1,00,000 പേര് ആമിയായിട്ടങ്ങ് പോയി ആകാശത്തേക്ക്. നത്തിങ് സ്പീഡ്. ഇനി എനർജിയായി ഇപ്പൊ ചൂടായിട്ടോ പ്രകാശമായിട്ടോ കാണുന്ന എനർജി നാളെ ഏത് സമയത്തും മാറ്ററായി മാറാം. ഡി ബ്രോഗ്ലി സിറ്റുവേഷൻ അനുസരിച്ച്, ഷ്രോഡിംഗർ തിയറം അനുസരിച്ച് എനർജി ഏത് സമയത്തും മാറ്ററായി മാറാം. അപ്പൊ നമ്മൾ ഈ മാറ്റർ എനർജി കാണുന്നത് ഒരു മായയാണ്. ഈ ബ്രഹ്മജ്ഞാനം നേരിട്ട് നമുക്ക് മനസ്സിലാവും. നമ്മളീ കാണുന്നൊന്നും അല്ല യാഥാർത്ഥ്യം, ഇതൊരു മായയാണ് എന്ന് പറഞ്ഞു. ശങ്കരാചാര്യ മായയുടെ സിദ്ധാന്തം പറഞ്ഞിരിക്കുമ്പോൾ സമുദ്രയെ കാണുന്ന പുസ്തകം കാണുന്ന കേട്ടുണ്ടാവും. കോട്ടയം അങ്ങോട്ടേക്ക്. അപ്പൊ രണ്ടാമതായി സപ്താഹം നടക്കുമ്പോൾ ആത്മജ്ഞാനം നടക്കണം. മൂന്നാമത് ഈ ജ്ഞാനത്തെ കേട്ടുന്ന മുഴുവൻ പേർക്കും നല്ല സ്വഭാവം ഉണ്ടാവണം. എങ്ങനെയാണ് നല്ല സ്വഭാവം ഉണ്ടാവുക? അത് ഭാഗവതത്തിൽ ഏകദേശം കൃത്യമായി പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ പുണ്യങ്ങൾ കൂടുതൽ ചെയ്താൽ അവൻ മോക്ഷം കിട്ടി, ഭഗവാൻ ജയിക്കും. പാപം കൂടുതലാണല്ലോ ജന്മത്തിൽ നരകം, അത് കഴിഞ്ഞ് പുനർജന്മം, പിന്നെ അവർ തന്നെയുള്ള രക്ഷപ്പെട്ടു പോകും. ഇതാണ് പരിപാടി. അപ്പൊ എന്താണ് പുണ്യം, എന്താണ് പാപം? അത് ഭാഗവതത്തിൽ വേദവ്യാസൻ ഒറ്റ വാചകത്തിൽ പറയുന്നത് മലയാളത്തിൽ കനത്ത അഭിനയിച്ചിട്ടുണ്ട്. പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം. ഒരു മനുഷ്യൻ മറ്റു മനുഷ്യന് ഉപകാരം ചെയ്ത പുണ്യം, ഒരു മനുഷ്യൻ മറ്റൊരു
വീട് കൊടുത്താൽ അത് പാവമാണ്. ഇതിനേക്കാൾ സിമ്പിളായിട്ട് പാവം കൊണ്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഇത് ഭാഗവത ജന്മ മനുഷ്യന് മനസ്സിലാവും. ഈ ജന്മം കൊണ്ട് മതിയാക്കി പോകണം നമുക്ക്. അപ്പൊ എന്ത് ചെയ്യണം? പുണ്യം ചെയ്യണം. ആ മനുഷ്യൻ പുണ്യം ചെയ്യും. അപ്പൊ ഈ 12 ലക്ഷത്തോളം എല്ലാവും സ്വഭാവം വളരെ നല്ല ആളുകളുടെ ദേശമായി മാറും. രണ്ടാം ദിവസം വരും. എന്താണ് പാപം ചെയ്താൽ അവർ പോകുന്ന നരകങ്ങളെ പറ്റി നല്ലൊരു വർണ്ണന ഭാഗവതത്തിൽ. ഭാഗവതത്തിൽ 28 നരകങ്ങളാണ്. നിങ്ങൾ കേൾക്കാവുന്ന ദേവി ഭാഗവതത്തിൽ 76 നരകമുണ്ട്. 76 ശ്രീകോമല്യാണ്. അപ്പൊ ഞാനൊക്കെ നരകമുണ്ടെന്ന് വായിക്കും. നല്ല രസമാണ്. അപ്പോ 28 നരകം. ഏത് പാപം ചെയ്യുന്നവൻ ഏത് നരകത്തിൽ പോകും? കൃത്യമായി ആ നരകം ഉണ്ടാക്കാൻ തെളിയിക്കുന്നു. അപ്പൊ ഞാൻ സമൂഹത്തിൽ പറഞ്ഞ പുണ്യം ചെയ്യുന്ന വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും കാരണവശാൽ സമൂഹത്തിൽ പോയില്ലെങ്കിൽ ഞാൻ വീഴാന്നുള്ളത് കൃത്യമാണ് അറിയാം. ഏറ്റവും താഴെ നരകം ഓരോ കുമ്പിപാത നരകം. ബ്രാഹ്മണരെ കൊല്ലുന്നവരും പക്ഷികളെ മുതലുകളെ കൊന്ന് ഭക്ഷിക്കുന്നവനും പോയി വീട് നരകമാണ് ഓരോ കുമ്പിപാത നരകം. എനിക്ക് മട്ടൺ ചിക്കൻ ഒന്നും ഇഷ്ടമാണ്. 100 മട്ടൺ ചിക്കൻ വെച്ചിട്ടുണ്ട്. കറക്റ്റ് നമ്മൾ വിടാൻ നമ്മൾ ഓരോ കുമ്പിപാത നരകത്തിലാണ്. പക്ഷികളെ മുതലുകളെ പോയി തിന്നുന്ന ജീവി പോയി വീഴുന്ന നരകം. അത് ക്ലിയറല്ലേ? അപ്പോ ഒരു നരകത്തിന്റെ വർണ്ണന കേൾക്കുമ്പോൾ ഇത് വേണ്ട എന്നൊരു ഭക്തന തോന്നിയാൽ വിചാരിക്കോ എന്നാൽ ഈ പണി വേണ്ട, നാളത്തെ വെജിറ്റേറിയനായിട്ടേ ഇനി ഇറക്കി നിന്നൊന്നും കഴിക്കണ്ട എന്നാൽ മനുഷ്യൻ തീരുമാനിക്കും. അപ്പോൾ സ്വഭാവം നന്നായോ? സ്വഭാവം നന്നായി. അത് കഴിഞ്ഞ് സ്വർഗവർണ്ണന 7 സ്വർഗമാണ്, 7 പാപങ്ങളുണ്ട്, 28 നരകം. ദൈവഭാഗത്ത് 76 നരകമാണ്. സ്വർഗമാണ് കിട്ടുമ്പോൾ പിന്നീട് നല്ല ചെയ്ത് നിന്നെ സ്ഥലത്ത് ആ സ്വർഗം കൊള്ളാല്ലേ, നമുക്ക് ആ പുണ്യം ചെയ്തേക്കാം. 12 ലക്ഷം രക്ഷപ്പെട്ടില്ലേ? ആ പുണ്യം ചെയ്തോളാണ്. പിന്നെ പാതാളം, അതെല്ലാം മികലാണ് സുതരാണ്. അപ്പൊ 7 പാതകളാണ്. അപ്പൊ ഈ സുതരത്തിൽ പോയി കിടക്കാണ് പണ്ടത്തെ മഹാബലി ചക്രവർത്തി. എന്താണ് കിടക്കുന്ന കാര്യം? ദാനം ചെയ്യും. അപ്പൊ സുതരത്തിൽ വന്നത് വായിക്കുമ്പോൾ മക്കളും ഈ കിടക്കാനുള്ള നല്ല തടവുകളാണ്. എന്നാൽ നമുക്ക് ദാനം ചെയ്തതാണ്. അവൻ ദാനം പുണ്യാണ്. നാടൻ രക്ഷപ്പെടും, അവനും രക്ഷപ്പെടും. അവൻ സുതൽ ചെന്നവരുടെ വേലയായിരിക്കും. പക്ഷെ നല്ല ഈ നാട് രക്ഷപ്പെടും. സ്വഭാവം നന്നാവും. ഇതാണ് ഭാഗവതം വായിക്കുമ്പോൾ സ്വഭാവം നന്നാവുന്ന രണ്ടാമത്തെ കാര്യം. മൂന്നാമത് പുനർജന്മം. ഒരു ജന്മം കൊണ്ട് രക്ഷപ്പെട്ടില്ല, അവന് പുനർജന്മം കിട്ടും. ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് മുസ്ലിങ്ങൾക്ക് ഒറ്റ ചാൻസ്, 70 കൊല്ലം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു. പുണ്യം കൂടിയാൽ നിത്യ സ്വർഗം, മില്യൻസ് ഓഫ് ഇയേഴ്സ് സ്വർഗം. ഈ ഒരു 70 വർഷത്തേക്ക് പാപം കൂടി പോയോ മില്യൻസ് ഓഫ് ഇയേഴ്സ് നരകം. എന്ത് കട്ടണ! ഞാൻ ജയിലിൽ കൊന്നിട്ടൊന്നാലും വളരെ വർഷ കഥ അറിയാം. ഇവിടെ ബഹുമാനം ഇന്നത്തെ നിത്യ നരകമില്ല. ഇവിടെ നമ്മൾ രക്ഷപ്പെട്ടില്ലയോ? ടെമ്പററി നരകം, പിന്നെ പുനർജന്മം. അവിടെ രക്ഷപ്പെട്ടില്ലയോ? വീണ്ടും ടെമ്പററി നരകം, വീണ്ടും പുനർജന്മം. കേരള യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രിക്ക് ചേർന്നാൽ ഫസ്റ്റ് ചാൻസ്, സെക്കൻഡ് ചാൻസ്, തേർഡ് ചാൻസ്. പിന്നെ പാസ്സായില്ലെങ്കിൽ വൈശാഖത്തുള്ള സ്പെഷ്യൽ ചാൻസ് എന്നാണ് മാർഗമില്ല. അത് പാസ്സായില്ലോ അവൻ ആ ഡിഗ്രിക്ക് പെൻഷൻ എഴുതാൻ വേണ്ടിയല്ല. ഹിന്ദുക്കളുടെ എന്ത് മനസ്സിലാക്കാൻ അറിയോ? ഫസ്റ്റ് ചാൻസ്, സെക്കൻഡ് ചാൻസ്, തേർഡ് ചാൻസ്, ഫോർത്ത് ചാൻസ്, ഫിഫ്ത്ത് ചാൻസ്, സിക്സ്ത് ചാൻസ്, സെവൻത് ചാൻസ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട നിത്യ നരകമുള്ള സാധനം ഹിന്ദുക്കളില്ല. ബാക്കി എല്ലാ മതത്തിലും നിത്യ നരകമുണ്ട്. താറാവത്തപ്പോഴും കടാവത്തെയും നടക്കുന്നതാണ്. ഹിന്ദുക്കളുടെ നരകം കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറെ ജന്മങ്ങൾ വളരെ രക്ഷപ്പെടും. പതിനൊന്നും നരകമില്ല. അപ്പൊ ഈ പുനർജന്മം എങ്ങനെയാണ്? രസമാണ്. ഭർത്താക്കന്മാർ ഭാര്യ വരെ അടിച്ചാൽ ആ ഭർത്താവ് അടുത്ത ജന്മത്തിൽ പെൺകുട്ടിയെ ജനിക്കും. എന്നിട്ട് നല്ല അടിക്കുന്ന ഭർത്താവിന്റെ ഭാര്യയാവും. ഈ ജന്മത്തിൽ ഭാര്യയ്ക്ക് എത്ര അടി കൊടുത്തോ ആ അടിയും അതിന്റെ പലിശയും അടുത്ത ജന്മത്തിൽ അന്നത്തെ ഭർത്താവിലേക്ക് വാങ്ങിക്കും. വാങ്ങിച്ചിട്ട് ലെവലായെങ്കിൽ ആ ഭർത്താവിന് രക്ഷപ്പെടും. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു ഈ ജന്മം. കാരണം ഭാര്യയെ തന്നെ ഭർത്താവ് അന്ന് പാടുന്നത് ചേട്ടാ ഇതുവരെ ഉണ്ടാക്കിയ പൈസ വാങ്ങിച്ചാൽ മതി, ഇനി അടിച്ച് അതുകൊണ്ട് അടുത്ത ജന്മത്തിൽ വാങ്ങിക്കേണ്ട എന്ന് ഭർത്താവ് തീരുമാനിക്കും. നമ്മുടെ ബാങ്കിൽ പൈസ ഇത്ര 8% പൈസ വിഷ്ണുഭഗവാന്റെ പൈസ ഞാൻ തപ്പൽ ഒരു ഹിന്ദു മുസ്ലിം ഇത് കിട്ടിയിട്ടില്ല. ആരെങ്കിലും പൈസ തിരിച്ചു വന്നത് രൂപയാണ്. അപ്പോ ഭാര്യ തന്നെ ഭർത്താക്കന്മാർ അതോട് അടിക്കുന്നുണ്ട്. കാരണം ഇതുവരെ അടുത്തത് പൈസ വാങ്ങിച്ചാൽ ഇനി അടിച്ച് അതിന്റെ പൈസ വാങ്ങിക്കേണ്ട എന്നാൽ ഭർത്താവ് തീരുമാനിക്കും. ഭാര്യ രക്ഷപ്പെട്ടില്ലേ, കുടുംബം രക്ഷപ്പെട്ടില്ലേ, അവസാനം അടിയും പിടിയും ഡൈവോഴ്സും
ആത്മഹത്യക്ക് ഒന്നാമത് ഒന്നും രക്ഷപ്പെട്ടില്ല. ഇന്ത്യയുടെ ഈ ഒരു ഭാഗവതത്തിന്റെ പരിപാടി വളരെ നല്ലതാണ്. പതിനാലാം രാജ്യത്ത് ഭരിച്ചു. അത് കഴിഞ്ഞ് രാജ്യമൊക്കെ കൊടുത്തായ തളർന്നു പോയി. അപ്പോൾ സിംഹം ഒരു ഗർഭിണിയായ മാനെ ഓടിക്കുന്നു. മാനെ രക്ഷിക്കാൻ വേണ്ടി പെട്ടെന്ന് ആണി കൊടുത്തപ്പോൾ സിംഹത്തിനെതിരെ പാഞ്ഞിരുന്നു. അപ്പോഴത്തേക്ക് ഈ ഗർഭിണിയായ മാനത്ത് നിറഞ്ഞിട്ടാണ് സിംഹത്തിലാണ് പൂർണ്ണ ഗർഭിണി സിംഹത്തെക്കാലത്ത് ഓടിയില്ലേ ആ മാനനെ പ്രസവിച്ചു. പക്ഷെ അവൻ തത്തുപോയി. ഇത്രയും പൂർണ്ണ ഗർഭിണി ഇത്രയും വ്യായാമം ചെയ്തതാണ് മാനാണ് തത്തുപോയി. കുട്ടി രക്ഷപ്പെട്ടു. ഭരതനാ കുട്ടിയെ കൊണ്ടുപോയി വളർത്തി. ഈശ്വരനേക്കാൾ കൂടുതൽ സമയം കലമാൻകുട്ടിയെ വളർത്തുന്നത് ശ്രദ്ധിച്ചത് കാരണം അടുത്ത ജന്മത്തിൽ ഭരതരാജാവ് കലമാൻകുട്ടിയെ ജനിച്ച് കലവാനായി ജീവിക്കേണ്ടി വന്നു. ഇതാണ് ഭാഗവതത്തിലെ കഥ. അപ്പൊ ഇത് വായിക്കുന്ന സ്ഥലത്ത് മനസ്സിലാവും. കോമ്രേനെയും പട്ടിക്കുട്ടിയെ മടി വെച്ചും കൊടുത്തുകൊണ്ടിരുന്നാൽ അടുത്ത ജന്മത്തിൽ കോമ്രേനെയും പട്ടിക്കുട്ടിയായി ജനിക്കും. സ്ത്രീ അപ്പോഴെ പട്ടിക്കുട്ടി താഴെ സ്വന്തം കൊച്ചുമോളെ മടി വെച്ചോ പല പരിപാടിയല്ലേ ഭാഗവതത്തിലെ. ഓരോ ഗുണവും ചെല്ലുമ്പോൾ ആ ഭാഗവത ജ്ഞാനത്തിൽ പങ്കെടുക്കുന്ന മനുഷ്യന്റെ സ്വഭാവം മാറ്റി അവൻ നല്ല മനുഷ്യനായിട്ട് മാറും. ഇത് ഹിന്ദുമതത്തിന്റെ വളരെ പ്രത്യേകമായ ഒരു പരിപാടിയാണ്.